മൂവീസിലിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ബ്ലോക്ക്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടായി ഇനി വല്ല ഫിലിം സ്റ്റാർസോ എന്തെങ്കിലുമൊക്കെ സൈഡിൽ വന്ന് നിൽക്കണോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ജനലിൻ്റെ അടുത്ത് വന്ന് നോക്കട്ടെ. നോക്കി 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 കുറേ നേരം നോക്കിയിട്ട് ഒരു കാര്യം മനസ്സിലാവുന്നു. അപ്പോഴാണ് ആ മൂലക്കിരുന്ന അപ്പുറത്തെ ഏറ്റവും ആളുകൾ ശ്രദ്ധിച്ചത്. ആ റോഡിൻ്റെ നടുക്കെന്ന് പറയാൻ പറ്റില്ല, എന്നാലും വളരെ മനോഹരമായൊരു ബൈക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, ലൈനും റോഡിൻ്റെ രണ്ട് സൈഡും വെള്ളം വരെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ പാർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. അതതിന് നോക്കിയപ്പോൾ അതെ പതുക്കെ പതുക്കെ വണ്ടികളെല്ലാം ഇങ്ങനെ ടിങ് 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 എന്ന് ബ്ലോക്കാകാൻ തുടങ്ങി. അപ്പം നമ്മൾ നോക്കുന്നുണ്ട് ഒരു ചേട്ടൻ ഹെൽമെറ്റൊക്കെ വെച്ച് NHൻ്റെ സൈഡിൽ കൂടി തേരാപ്പാര നടക്കണം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ആ ചേട്ടനായിരിക്കും, കണ്ട ഇതേ ഇരിക്കണ ബൈക്ക്. നമ്മൾ വിചാരിച്ച ആ ചേട്ടനായിരിക്കും എന്ന് വെച്ചാൽ ആ ചേട്ടനെ കുറേ തെറിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ വേറൊരു ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിയാണ് ആ ബൈക്കിൻ്റെ ശരിക്കുള്ള മുതലാളിയെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ സംശയമായി, എന്നാലും ഈ ബൈക്ക് ആരുടെയാണ്? അങ്ങനെ സാധനത്തിൻ്റെ ആളെ കിട്ടാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും വളരെ മനോഹരമായ ഭാഷകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നൊരു നമുക്കൊരു ആകാംക്ഷ, ഇതേത് പുള്ളിയുടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ മൊബൈലും പിടിച്ച് 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 എനിക്ക് അവസാനം മടുക്കാൻ തുടങ്ങി, എൻ്റെ കൈ കഴക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ സൂം ചെയ്യും, സൂം ഔട്ട് ചെയ്യും, സൂം ഇൻ ചെയ്യും, സൂം ഔട്ട് ചെയ്യും. പുള്ളി എനിക്ക് വന്ന വഴി വെച്ചിട്ട് വാങ്ങി ഓടിയതാണ്. എനിക്കറിയാൻ പാടില്ലാത്ത സംഭവം. ഞങ്ങൾ എമർജൻസി ആണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ പോണേം വന്നം വഴിയൊക്കെ അങ്ങനെ ബ്ലോക്കായി വീണ്ടും ബ്ലോക്കായി. നമ്മൾ ഇപ്പോഴെങ്കിലും ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുമ്പോൾ ആൾ ഓടി വരും. ഇപ്പം സംഭവം റെഡിയാവും. അപ്പോൾ അയാൾ നോക്കാം. അങ്ങനെ നമ്മൾ കുറേ നേരം നോക്കിയിരുന്ന് കച്ചത് പോയി, ഞാൻ വെച്ച് പോയപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾ വന്നു. നമ്മുടെ ആൾ തകർത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആളെത്തി. ആൾ വണ്ടിയിലൊക്കെ കയറി. ഓക്കെ, ലൈനിൻ്റെ തൊട്ട് സൈഡിലാണ് വെച്ചേക്കണത്. പിന്നെ പുള്ളി അവിടെ നിപ്പായി എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് പുള്ളി അതിൽ തോണ്ടി. അപ്പോൾ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു വലിയ ഐഡിയ ഒന്നും ഇല്ലാന്ന് അവിടെ എന്തോ സംഭവിക്കാൻ പോണെന്ന്. പുള്ളി അവിടെ കുറേയൊക്കെ നേരം നിൽക്കാൻ തുടങ്ങി. പിന്നെ പുള്ളി പതുക്കെ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാൻ തുടങ്ങി. ഇരുന്ന് കഴിഞ്ഞ് എന്നെ ഫോൺ വിളിക്കും കുറച്ച് നേരം. അപ്പം പുറകിൽ നിന്നൊരു വണ്ടി വന്ന് ഓടിക്കുമ്പോഴാണ് പുള്ളിക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇവിടെ ബ്ലോക്കാകാൻ സാധ്യതയെന്ന് വെച്ചത്. എന്നിട്ട് പുള്ളി നൈസായിട്ട് നല്ല ഉന്തി സൈഡിലോട്ട് മാറ്റി വെച്ച് അവിടെ നിന്നും കുറച്ച് നേരം ഫോണൊക്കെ പിടിച്ച് ഇരുന്ന് സംസാരിച്ച് അപ്പോൾ അതൊക്കെയൊക്കെ കയറിപ്പോയി. എന്നിട്ട് പുള്ളീനെ കുറ്റം പറഞ്ഞാലോ കേട്ടോ, നമ്മുടെ ഒരു വിധപ്പെട്ട എല്ലാവരും ഇതിപ്പോൾ ഏകദേശം ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി നടുക്ക് വെക്കുമ്പോൾ ഒരു വണ്ടി വന്ന് പുറകിൽ നല്ല കൊട്ടി പോകാൻ നോക്കുന്നുണ്ട്. നൈസായിട്ട് വന്ന് വളച്ചെടുത്തോണ്ട് പോകും. ഇപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്, ഞാനിവിടെ വെച്ചാൽ ഇങ്ങനെ റോഡിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പുള്ളി അങ്ങനെ സാധനം തള്ളി സൈഡിലോട്ട് കയറ്റി. പിന്നെ പുള്ളിയുടെ പിടി തുടർന്നു. പിന്നെ പുള്ളി ഇനി മൊബൈൽ വെച്ചിട്ടായിരിക്കും ഇനി വണ്ടി ഓടിച്ച് പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പുള്ളി മൊബൈലിൽ കളി തന്നെ, കളിയോട് കളി. ഇപ്പോഴാണ് തോന്നുന്നത് ഒരു വണ്ടി വന്ന സൈഡായിട്ട് ഞാനത് വൈഡ് ആംഗിളിൽ പിടിച്ചിട്ടില്ല, എന്നാലും സൈഡ് വന്ന് മുട്ടിയില്ല എന്നുള്ള രീതിയിൽ ചേർത്തുകൊണ്ട് പോകും.
ഒരു കാര്യം നോക്കിയാൽ അതെ ഈ വണ്ടിയാണ്. പുള്ളിയുടെ ബൈ റോഡൊക്കെ കഴിഞ്ഞ് സമാധാനപരമായിട്ട് ഫോണൊക്കെ എടുത്ത് പുള്ളി പോകും. ഒന്നോർത്താൽ ഈ സ്റ്റൈല് ഒരു പരിധിവരെ നല്ലതാണല്ലേ. ഇപ്പം നമ്മളാണ് ആ സൈഡിൽ കൂടി ഓടിക്കണമെങ്കിൽ നമ്മൾ ബൈക്ക് ഓടിക്കണമെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫോണൊക്കെ എടുത്ത് വെച്ച് ഹെൽമെറ്റൊക്കെ വെച്ച് ഫോൺ പിടിച്ചുകൊണ്ട് ഓടിച്ചിട്ടില്ല, ഡീസൻ്റാണ് ഉള്ളു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ദേ പോകണം. അങ്ങനെ എല്ലാത്തിനും പരിസമാപ്തിയായി.